കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ 10ാമത്തെ ശ്ലോകം ചെയ്തു. അതെന്താ അതിൽ പറഞ്ഞു വെച്ചാൽ, ഈ സുമേധസ് മുനിയാൽ സൽക്കരിക്കപ്പെട്ട ഈ സുരഥ എന്ന രാജാവ് അവിടെ ആശ്രമത്തിൻ്റെ അവിടെയും ഇവിടെയൊക്കെ സഞ്ചരിച്ചും കൊണ്ട് അവിടെ കുറച്ചു കാലം ഇങ്ങനെ ആ മുനിയുടെ ആശ്രമത്തിൽ വസിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കും ആ 10ാമത്തെ ശ്ലോകം ചില വേർഷനിലൊക്കെ ആ 10ാമത്തെ ശ്ലോകത്തിൻ്റെ അടുത്ത 2 വരിയും കൂടി ഉണ്ട്. അതൊന്നിച്ച് ചെയ്യാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. അപ്പം ഞാൻ അതും കൂടി ഈ 10ാമത്തെ ആയിട്ട് അങ്ങോട്ട് ചെയ്യാം. എന്താ 2 വരി വെച്ചാൽ, സോ ചിന്തയതഥാ തത്ര മമത്വാകൃഷ്ടചേതന. അങ്ങനെ ആ ആശ്രമത്തിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല ചിന്തകളും ഉദിച്ചു. ശരിക്കും പറയാച്ചാൽ ചിന്താമഗ്നനായി എന്ന് പറയാം. എങ്ങനെ ചിന്തിച്ചു എന്താ വെച്ചാൽ, മമത്വാകൃഷ്ടചേതന എന്നുണ്ടല്ലോ. മമത്വാകൃഷ്ടചേതന എന്താ, മുമ്പ് ഉണ്ടായിട്ടുള്ളതൊക്കെ അതിൻ്റെ ആ പണ്ട് കഴിഞ്ഞ കാലത്തിൻ്റെ അവിടെ രാജാവായിരിക്കണ കാലത്തെ എല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കണു. എന്നാലും അതിലുള്ള മമത്വം, അറ്റാച്ച്മെൻറ്റ് വിടാതെ ഇപ്പോഴും അതെല്ലാം തൻ്റെയാണ് എന്ന തോന്നൽ വിടാതെയുള്ള മനസ്സാൽ ചിന്തിച്ചു എന്നാണ്. സഹ അചിന്തയത്, ചിന്തിച്ചു. എങ്ങനെ? മമത്വാകൃഷ്ടചേതന, എൻ്റെ എന്നുള്ള വിചാരം മനസ്സിന്ന് പോവാതെ. കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു അല്ലേ, അവരൊക്കെ എടുത്തു അത്. എന്നിട്ട് ശരിക്കും നായാട്ടിരാന്നുള്ള വ്യാജേന ഓടിപ്പോയതാണ്. എങ്കിലും കൈവിട്ട് പോയിച്ചാൽ പോലും അവയിലുള്ള മമത്വം അഥവാ അറ്റാച്ച്മെൻറ്റ് വിടാതെ ഇപ്പോഴും അതെല്ലാം തൻ്റെ ആണ് എന്ന തോന്നൽ മാറാതെ മനസ്സിൽ ചിന്തിച്ചു എന്ന്. അവിടെ നടക്കുമ്പോഴേ, ആ ആശ്രമത്തിനവിടേക്ക് നടക്കുമ്പോൾ പഴയ കാലത്തേക്ക് എത്രയായാലും ഇത്ര കാലം ജീവിച്ചതല്ലേ, അപ്പം അതിന് എൻ്റെ രാജ്യം അങ്ങനെ തോന്നുമല്ലോ, എൻ്റെ കുടുംബം അവിടെ ഉണ്ട്, എൻ്റെ സൈന്യം, അങ്ങനെ ആ മമത വിടാൻ പറ്റണില്ല. അപ്പം അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചു. അങ്ങനെയാണല്ലോ എല്ലാവരും. എല്ലാം നഷ്ടപ്പെട്ടു, അറിയുകയും ചെയ്യാം. എന്നിട്ടും അതെൻ്റെയാണെന്നുള്ള ആ ചിന്ത വിടാൻ പറ്റുന്നില്ല മനസ്സിന്. അതാണല്ലോ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അതാണ് ആ 2 വരിയും കൂടിയും 10ൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ, സോ ചിന്തയത്തഥാ തത്ര മമത്വാകൃഷ്ടചേതന വെച്ചാൽ അതിനെ ഇത് വിടാതെ, അതായത് പണ്ട് നാം അനുഭവിച്ച വസ്തുക്കളൊക്കെ ഇപ്പോൾ അവനവൻ്റെ കയ്യിലില്ല എന്ന് അറിഞ്ഞും കൊണ്ട് തന്നെ ആ എൻ്റെ ആണെന്നുള്ള അഭിമാനം പോവാതെ മനസ്സുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു എന്നാണ് കേട്ടോ പറഞ്ഞത്. അത് സ്വാഭാവികമാണല്ലോ. ഇനി നമുക്ക് 11 ചെയ്യാം. മത്പൂർവൈഃ പാലിതം പൂർവം മയാഹീനം പുരം ഹി തദ് മദ്ഭൃത്യൈസ്തൈരസദ്വൃത്തൈർധർമ്മത പാല്യതേ നവാ. എന്തിനെ പറ്റിയാ സുരഥൻ വിചാരിക്കണേ? ഭൃത്യന്മാരുടെ കാര്യം ഒക്കെ വിചാരിക്കണം. എന്താ അറിയോ? പൂർവം മത്പൂർവൈ, എൻ്റെ പൂർവികന്മാരാൽ പാലിതം തൽപുരം, ഞാനും എൻ്റെ പൂർവികന്മാരും ഒക്കെ വേണ്ട പോലെ പരിപാലിച്ച ആ രാജ്യം അല്ലെങ്കിൽ രാജധാനിയോടുകൂടിയ രാജ്യം, മയാഹീനം ഹി, ഇപ്പോൾ എന്നോട് കൂടാത്തതായി അസദ്വൃത്തൈഹി, എന്നാൽ എന്താ, ദുർവൃത്തന്മാരായ തൈഹി മദ്ഭൃത്യൈ, എൻ്റെ ദുർവൃത്തന്മാരായിട്ടുള്ള ഭൃത്യന്മാർ. നല്ലവരല്ല തീർച്ചയാണ്, അദ്ദേഹത്തിന് പറഞ്ഞു വെച്ചുമല്ലോ, അദ്ദേഹത്തിനെ നോക്കെ പിടിച്ചെടുത്തുമല്ലോ. അപ്പം നല്ലവരല്ല, ദുർവൃത്തന്മാരാണ്. അങ്ങനത്തെ ഭൃത്യന്മാരാൽ പിന്നെ പാല്യതയെന്നവ, വേണ്ട പോലെ അവർ പാലിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. അതാണ് മത്പൂർവൈ പാലിതം പൂർവം, എൻ്റെ പൂർവികന്മാരും ഞാനും വളരെ സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടി പരിപാലിച്ച ആ പുരം, ആ രാജധാനിയും രാജ്യവും മയാഹീനം, ഇപ്പം ഞാനില്ലാതെ ഈ ദുർവൃത്തന്മാരായ എൻ്റെ ഭൃത്യന്മാർ വേണ്ട പോലെ പരിപാലിക്കുന്നുണ്ടോ പരിപാലിക്കണില്ലേ
ഒന്നും എനിക്കറിയില്ലല്ലോ. അതിന് രാജ്യത്തിനെ പറ്റി എന്നെ ദുഃഖിക്കുകയാണ്. അതായത് ദുർവൃത്തന്മാരാണ് ഭൃത്യന്മാരെന്ന് പറയാനില്ല. പൂർവികന്മാരൊക്കെ വളരെ ധർമ്മവിധിപ്രകാരം പാലിക്കപ്പെട്ട രാജ്യത്തെ എങ്ങനെ ഇവരൊക്കെ ഇപ്പം പാലിക്കുന്നുണ്ടോ? അധർമ്മികളായി തീർന്നു. ഞാനും വേണ്ട പോലെ, ഞാൻ അവിടെ താമസിക്കുന്ന കാലത്ത് ഞാനും വേണ്ട പോലെ പാലിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനില്ലാതെ അരാജകത്വമായിരുന്നു അവിടെ, അല്ലേ? രാജാവില്ലെങ്കിൽ അരാജകത്വം ആവുമല്ലോ. എന്തൊക്കെയാണാവോ സംഭവിക്കണം. എൻ്റെ ഭൃത്യന്മാർക്ക് ശരിക്കും പറയാ വെച്ചാൽ രാജ്യം രക്ഷിക്കാനുള്ള സാമർഥ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പോന്ന കാരണം അതിലത്തെ എന്നോട് സ്നേഹമുള്ള ചിലർ ചിലപ്പോൾ അവർ രാജ്യം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും. കുറച്ച് ആൾക്കാരെ ശരിക്കും നല്ല കൂറുള്ളവരെ. എനിക്ക് രാജാവില്ലാതെ എത്ര ഇഷ്ടമാണ്, രാജാവില്ലാതെ ഞാൻ ഇവിടെ താമസിക്കില്ല എന്നുള്ള ചിലർ പോയിട്ടുണ്ടാവാം. പക്ഷേ എന്നാൽ ഒരു നല്ല ദുർവൃത്തന്മാരായിട്ടുള്ളവരെ, അതായത് നല്ല സ്വഭാവം അല്ലാത്തവരെ, അധികാരമോഹികളൊക്കെ എന്ത് ചെയ്യും? ഞാനില്ല എന്ന് കരുതിയിട്ട് അധികാരമോഹികളായിട്ട് താന്തോന്നിത്തൊക്കെ കാണിക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല എന്നിങ്ങനെ ദുഃഖിച്ച് അവിടുന്ന് വിട്ടുപോന്നിട്ട് മനസ്സിനെ അവിടുന്ന് വിടിയിക്കാൻ പറ്റാതെ ദുഃഖിക്കുകയാണ് രാജാവ്. നമ്മളൊക്കെ സാധാരണ എല്ലാവരും അങ്ങനെ പെട്ടെന്ന് നമുക്കങ്ങനെ മനസ്സിനെ മാറ്റാൻ ഡിറ്റാച്ച്മെൻറ്റ് വരണ്ടേ, വിരക്തി വരണ്ടേ? വന്നിട്ടില്ല രാജാവിന്. ഇനി അതാണിപ്പോൾ 11 കേട്ടോ. മത്പൂർവൈ പാലിതം പൂർവം മയാഹീനം പുരം ഹി തദ് മദ്ഭൃത്യൈർസ്ഥൈരസദ്ഭൃത്യൈർ ധർമ്മത പാല്യതേ നവാ. ഇനി 12 ഭാവട്ടോ. എല്ലാറ്റിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. ഗജാനാം യ പ്രധാനോ മേ ശൂരോ ഹസ്തി സദാമത മമ വൈരിവശം യാത കാൻ ഭോഗാൻ ഉപലപ്സ്യതേ. അതും പറയണ്ട പാവം. ഇപ്പോൾ ചിന്ത ആനകളെ പറ്റി, അവിടെ സൈന്യത്തിലുള്ള ആനകളെ പറ്റിയൊക്കെ വിചാരിക്കണം. ആദ്യമേ ഹസ്തി കാൻ ഭോഗാൻ ഉപലപ്സ്യതയെന്ന. ഇന്ന് എൻ്റെ കൊമ്പന് എന്താ ആഹാരമാണാവോ കിട്ടുന്നത്? ഞാൻ ഏറ്റവും ഉയരവും ഭംഗിയുള്ള ആനയായതുകൊണ്ട് എപ്പോഴും അതിനെയാണ് കയറ്റി എഴുന്നള്ളിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതുപോലെയൊക്കെ എപ്പോഴും കയറ്റി എഴുന്നള്ളിക്കുന്ന ഒരു ആന ഉണ്ട്. മേ ഗജാനാം പ്രധാനം എന്ന്. അവൻ എൻ്റെ കൊമ്പന്മാരിൽ ഒന്നാമനാണ്. അതായത് ഞാൻ അവനെ ഐരാവതം, ഇന്ദ്രൻ്റെ ഈ ആന ഐരാവതത്തിൻ്റെ കുലത്തിലാണ് ജനിച്ചെന്നുള്ള പോലെ ഞാൻ ബഹുമാനിച്ചും സ്നേഹിച്ചും ഒക്കെ ഞാൻ നോക്കിയിരുന്നതാണ്. അത് വളരെ നല്ലൊരാനയാണ്. കണ്ടാലത്തെ ഭംഗിയും പിന്നെ അതിൻ്റെ നല്ല ശൂരനാണ്, നല്ല ശൗര്യമുണ്ട് ആനയ്ക്ക്. പിന്നെയോ എപ്പോഴും സദാ മതജലം എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നവനാണ്. അതൊക്കെ ഒരു ആനയുടെ മെജസ്റ്റി ആയിട്ടാണ് കണക്കാക്കണത്. നല്ല ഉയരം, നീണ്ട കൊമ്പ്, മതജലം ഇങ്ങനെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക, നല്ല കണ്ണിലൊക്കെ ശൂരത്വം. അങ്ങനെയുള്ള ആനയൊക്കെ എങ്ങനെയാണ് അവർ നോക്കണതാവോ? ഞാൻ എത്ര ഭംഗിയായിട്ട് ആ ആനയെ നോക്കിയായിരുന്നു. ആ ഗജാനാം പ്രധാനമായിട്ടുള്ള ആനയെ, ഗജാനാം പ്രധാന പറഞ്ഞുല്ലോ, അതിനെയൊക്കെ ഞാൻ എത്ര നന്നായി നോക്കിയിരിക്കുന്നു. ഇപ്പം എന്താ, ആ ആന മമ വൈരിവശം യാതഹ. ഇപ്പോൾ എൻ്റെ വൈരികളുടെ കയ്യിലായില്ലേ ഇപ്പോൾ ആന. അതുകൊണ്ടാണ് കാൻ ഭോഗാൻ ഉപലുപ്സ്യതെന്ന് പറഞ്ഞത്. അവൻ എന്താ ആഹാരമൊക്കെയാണോ കൊടുക്കണം അവർ. എനിക്ക് ഇപ്പോൾ എൻ്റെ വൈരികളുടെ കൈവശമായി എൻ്റെ എല്ലാം പോയി അല്ലേ. അപ്പം അതിൽ സൈന്യവും പോയി, സൈന്യത്തിൽ ആനയൊക്കെ പോയി അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഐരാവത കുലത്തിൽ ജനിച്ച ആനയെപ്പോലെ നോക്കി, യുദ്ധത്തിനൊന്നും ഒരു പേടിയില്ലാത്ത ആനയാണ്. അങ്ങനത്തെ ആനയെ ഇപ്പോൾ അവർ ഈ വൈരികൾ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവരെങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടോ, അതിനെ വേണ്ട പോലെ ആഹാരം കൊടുക്കുന്നുണ്ടോ? ആനയെ പറ്റിയിട്ട് പോലും പാവം ഇദ്ദേഹത്തിന് മനസ്സവിടുന്ന് വിടിയിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈ ആശ്രമത്തിലൊക്കെ നിന്നുവെച്ചാലും മനസ്സവിടുന്ന് അങ്ങോട്ട് വിടിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കണില്ല പാവം. അതാണ് അതിനെപ്പറ്റി ആലോചിക്കാൻ. ഇനിയും അത് അപ്പോൾ 12 കേട്ടോ. ഗജാനാം യ പ്രധാനോ മേ ശൂരോ ഹസ്തി സദാമത മമ വൈരിവശം യാത കാൻ ഭോഗാൻ ഉപലുപ്സ്യതേ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതമായിട്ടുള്ള നല്ല കമ്പാരിസനാണ് അല്ലേ. നമുക്കിങ്ങനെയാണല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ
മനസ്സിനെ അങ്ങനെ വിടിയിക്കാൻ പറ്റില്ല. അതന്നെ യേ മാമനുഗതാ നിത്യം പ്രസാദധനഭോജനൈഃ അനുവൃത്തിം ധ്രുവം തേദ്യ കുറുവന്ത്യന്യമഹീഭുജം. ഇതിലെന്താ പറയുക വെച്ചാൽ നിത്യം നിത്യം, അതായത് ദിവസേന പ്രസാദധനഭോജനേഹി, അതായത് ബഹുമാനപ്പെട്ട ധനഭോജനങ്ങളെ കൊണ്ട് യേ മാം അനുഗത, അങ്ങനെ എന്നെ ശുശ്രൂഷിച്ച് ഉപജീവനം കഴിച്ചിരുന്ന ഭൃത്യന്മാരെ, തേ അദ്യ, അവരിപ്പോൾ അന്യമഹീഭൃതാം, ഇപ്പോൾ ബാക്കിയുള്ള രാജാക്കന്മാരുടെ ഭൃത്യന്മാരായി, അനുവൃത്തിം കുറുവന്തി ധ്രുവം, തീർച്ചയായിട്ടും അവർ ഇപ്പോൾ വേറെ ആൾക്കാരുടെ ഭൃത്യന്മാരായിട്ട് അവരുടെ സേവനം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലയെന്ന്. അപ്പോൾ ഈ ശ്ലോകത്തിൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ ആനയെപ്പറ്റി വിഷമിച്ചു, ഈ ശ്ലോകത്തിൽ സേവകന്മാരെ പറ്റിയായി സുരധന വിചാരം, അതായത് ഭൃത്യന്മാരെ പറ്റിയിട്ട്. അപ്പോൾ എന്താ ആലോചിക്കണറിയോ, പാവം എൻ്റെ പ്രീതിയും ധനവും ഒക്കെ എൻ്റെ അവരോട് എന്നെ പ്രീതിപ്പെടുത്തണമെന്നുണ്ട് അവർക്ക്. അത് വിചാരിച്ചിട്ടും പിന്നെ അവർക്ക് എന്താ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമല്ലോ പണിയെടുക്കണേന്, അപ്പോൾ ആ കിട്ടുന്ന റെമ്യൂണറേഷൻ അത് വിചാരിച്ചിട്ടും അവർക്ക് വയറ്റപ്പഴപ്പിന് വേണ്ടിയും ഒക്കെ അവർ എന്നെ വേണ്ട പോലെ എത്രയോ ഭൃത്യന്മാരെ എന്നെ വളരെ വേണ്ട പോലെ ശുശ്രൂഷിച്ചായിരുന്നു. പലരുടെ ഉദ്ദേശം പലതാവും. ചിലരെ എന്നെ സ്നേഹം കൊണ്ട് ശുശ്രൂഷിക്കാം, എൻ്റെ പ്രീതിക്കായിക്കൊണ്ട് മാത്രം, അങ്ങനെയുള്ളവരെ. പിന്നെ ചിലരെ പൈസ കൊടുക്കും, കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സേവിക്കും. ചിലരൊക്കെ അതല്ല, നിത്യവൃത്തി കഴിയണമെങ്കിൽ തന്നെ ഇവിടെ വന്ന് പണിയെടുക്കാണ്ട് പറ്റില്ല, അങ്ങനെ പലതരത്തിലുള്ള ഭൃത്യന്മാരുണ്ടല്ലോ. അവരൊക്കെ ഇന്നിപ്പോൾ അന്യരാജാക്കന്മാരുടെ പരിചരണം ചെയ്യുക എന്നുള്ള എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരൊക്കെ ഞാൻ എത്ര നന്നായിട്ടാണ് അവരോടൊക്കെ പെരുമാറിയിരുന്നതും അവരെയൊക്കെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം ഈ പുതിയ ആൾക്കാർ വന്നപ്പോൾ പാവം അവർക്ക് അവരെയും സേവിക്കാതെ പറ്റില്ല. ചിലർ വിട്ടുപോയിട്ടുണ്ടാവാം വേണമെങ്കിൽ, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നിത്യവൃത്തിക്കും ധനത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഈ പുതിയ ആൾക്കാരെ എങ്ങനെയൊക്കെ പെരുമാറുന്നു, അവരെയൊക്കെ അവർക്കൊക്കെ വേണ്ട പോലെ എല്ലാം ചെയ്തു. നമുക്ക് അതൊക്കെ ആലോചിക്കുകയാണ് പാവം ഭൃത്യന്മാരുടെ കാര്യം. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് 3 തരമാണ് ഇത്ര ഭൃത്യന്മാരെ. അതായത് യജമാനനോടുള്ള സ്നേഹം കൊണ്ടും യജമാനൻ്റെ സ്നേഹം മാത്രം ഇങ്ങോട്ട് കിട്ടണമെന്നും വിചാരിച്ച് മാത്രം നിസ്വാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഭൃത്യന്മാർ, അങ്ങനെ ചിലരുണ്ട്. അവർ ഉത്തമ ഭൃത്യന്മാർ. പിന്നെ എന്തെങ്കിലും ധനം തരും എന്ന് വിചാരിച്ച് ചെയ്യണവരെ മധ്യമ ഭൃത്യനാണത്രേ. പിന്നെ അവർക്ക് ജീവിക്കാനൊരു വഴിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും പണി ചെയ്തിട്ട് ജീവിക്കാൻ, ഉപജീവനത്തിന് വേണ്ടി മാത്രം, അല്ല വലിയ കൂറൊന്നുമില്ല, ഉപജീവനത്തിന് വേണ്ടിയിട്ട് ചോറ് കിട്ടും, അത് കിട്ടും, അങ്ങനെ വേണ്ടി മാത്രം. അങ്ങനെ 3 തരം ഭൃത്യന്മാരുള്ള. അപ്പോൾ അവരെ പറ്റിയൊക്കെയാണ് ഇദ്ദേഹം ആലോചിക്കണം കേട്ടോ. അദ്ദേഹത്തിന് അറിയാലോ ഇത് സുരഥനെ അങ്ങനെയുള്ള. പക്ഷെ എല്ലാവരോടും ഇദ്ദേഹം അങ്ങട് സ്വന്തം മക്കളെപ്പോലെ പ്രത്യേകം പറഞ്ഞുല്ലോ, ഔരസപുത്രന്മാരെ പോലെ പ്രജകളെ പാലിച്ചിരുന്നു പറഞ്ഞുല്ലോ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അങ്ങനെയാണ്. ഇങ്ങനെ എത്രയോ ആൾക്കാർ ഇങ്ങോട്ടും പിന്നെ ഉത്തമ ഭൃത്യനാണെങ്കിലും മധ്യമ ഭൃത്യനാണെങ്കിലും അഥമ ഭൃത്യനാണെങ്കിലും ഒക്കെ സേവിച്ചിരുന്നുല്ലോ. അയ്യോ, അവരുടെയൊക്കെ കഥ എന്താണാവോ എന്നാണ് ഈ 13 യേ മാമനുഗതാ നിത്യം പ്രസാദധനഭോജനൈഃ അനുവൃത്തിം ധ്രുവം തേദ്യാ കുറുവന്ത്യന്യമഹീഭുജാം. ഇതും തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലേ, രാജാവിന് നല്ലൊരു മനസ്സുണ്ടെന്നല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ആ നഷ്ടപ്പെട്ട പൈസയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സ്വന്തം കുടുംബത്തിനെ പറ്റി മാത്രം വിചാരിച്ചാൽ മതി. ഇതിപ്പോൾ അങ്ങനെയല്ല, രാജ്യത്തിനെ പറ്റിയിട്ടും അത് ധാർമ്മികമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടോ രാജ്യം എന്നതിനെ പറ്റിയിട്ടും തൻ്റെ സൈന്യങ്ങളെ പറ്റിയും സൈന്യത്തിൽ ആനയെ പറ്റിയും ഭൃത്യന്മാരെ പറ്റിയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു നല്ല നേച്ചറാണെന്ന് തീർച്ചയാണല്ലോ അല്ലേ. ഇനി നമുക്ക് 14 മമ ഭാര്യ വരാരോഹ പുത്രശ്ചാദീവ ശോഭന സദ്മാനി സ്വർഗസദൃശ ന്യപ്സര പ്രതിമാഹ സ്ത്രീയ. ഇനിയിപ്പോൾ ഭാര്യയെ പറ്റിയും ഒക്കെ വിചാരിക്കാൻ തുടങ്ങി. അതാണ് വരാരോഹ മമ ഭാര്യ, വളരെ സുന്ദരിയായിട്ടുള്ള എൻ്റെ ഭാര്യ എങ്ങനെ കഴിയണോ ആവോ. വരോരാഹ എന്ന് പറഞ്ഞാൽ
ഉത്തമ സ്ത്രീ എന്നാണ് അർത്ഥം. പിന്നെ പാതിവ്രത്യവും ഒക്കെ എല്ലാ പാതിവ്രത്യ ലക്ഷണങ്ങളോട് കൂടിയ നല്ലൊരു ഉത്തമമായിട്ടുള്ള അങ്കന എന്നാണ് അർത്ഥം വരാരോഹാചാൽ. പിന്നെ എന്താണ്, പിന്നെ ശോഭനഃ, അതീവ ശോഭനഃ പുത്രഃ, അതായത് പുത്രന്മാരോ നല്ല ചക്രവർത്തിമാരുടെ ലക്ഷണത്തോടു കൂടിയ ശോഭയേറിയ പുത്രന്മാർ. അവരെങ്ങനെ കഴിയണമാവോ? പതിവ്രതയായിട്ടുള്ള വളരെ സുന്ദരിയായിട്ടുള്ള ഭാര്യ എങ്ങനെ കഴിയണമാവോ? പിന്നെയോ പിന്നെ സർഗസദൃശ, എന്താ സർഗദശ സദ്മാനി, അതായത് സ്വർഗത്തിന് സമാനങ്ങളായ എൻ്റെ കൊട്ടാരങ്ങളൊക്കെ ഇപ്പം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അവർ? വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു സുരസൻ അവിടെ ഉള്ളപ്പോഴേ. അതോ ശരിക്കും പിന്നെ എന്താണ് ഈ കൊട്ടാര സദൃശം എന്താണ് ഈ സ്വർഗത്തിലത്തെ കൊട്ടാരങ്ങളൊക്കെ തുല്യമായിട്ട്, ഇന്ദ്രൻ്റെ കൊട്ടാരങ്ങളൊക്കെ തുല്യമായിട്ടുള്ള അത്ര കേമായിട്ടുള്ള കൊട്ടാരങ്ങളൊക്കെ സ്വർഗസമാനം എന്ന് പറയുന്നുണ്ട്. അതാണ് സ്വർഗസദൃശ സദ്മാനി. അങ്ങനത്തെ കൊട്ടാരങ്ങൾ എന്ത് സംഭവിക്കണോ അതിനൊക്കെ, അതിൻ്റെ മെയിൻ്റനൻസൊക്കെ എങ്ങനെ നടക്കണമാവോ? പിന്നെയോ അപ്സരപ്രതിമാഹ സ്ത്രീയ, അപ്സര സമാനകളായ ബാക്കിയുള്ള അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ കഥ എന്താ? എല്ലാവരും നല്ല ഭംഗിയുള്ള സ്ത്രീകളുണ്ടെന്നാണ് അദ്ദേഹം വിചാരിക്കണത്. അവർക്കൊക്കെ എന്ത് പറ്റിയാവോ? അതായത് എന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ ഭാര്യ പിന്നെ വളരെ സുന്ദരിയാണ്. അപ്പം ഇനി കാമുകന്മാരിൽ നിന്നൊക്കെ ഭാര്യയ്ക്ക് വിഷമമുണ്ടായിട്ടുണ്ടാവുമോ? കാരണം അവളുടെ പാതിവ്രത്യത്തിൻ്റെ ശക്തി കൊണ്ട് അവൾ കൂട്ടാക്കാതിരിക്കാം, എങ്കിലും ബലാത്കാരമൊക്കെ ആയിട്ട് എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരുമോ? കാരണം അവൾ പാതിവ്രതയാണ്, അവനവനായിട്ട് പോവില്ല എന്നറിയാം. പക്ഷേ ശത്രുക്കളാവുമ്പോഴേ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക? അതാണ് പിന്നെ മക്കളുടെ സ്ഥിതി എന്താണാവോ? ഞാനുണ്ടെങ്കിൽ എല്ലാം അന്വേഷിക്കും. ഇപ്പം ഇല്ലാത്തതുകൊണ്ട് അവരാണെങ്കിൽ ചക്രവർത്തിയുടെ ലക്ഷണമുള്ള നല്ല മക്കളെ, ബുദ്ധിയുള്ളവരെ, അല്ലാതെ ഈശ്വര അവർക്കൊന്നും ഒരു ആപത്ത് വരരുതേ നമ്മൾ വിചാരിക്കണ പോലെ. പിന്നെ എൻ്റെ കൊട്ടാരങ്ങളും അതെ, എത്ര നല്ല കൊട്ടാരങ്ങളാണ്, ഞാൻ എത്ര നന്നായിട്ട് കാത്തു രക്ഷിച്ച് പോന്നതാണ്. അതൊക്കെ ഇപ്പോൾ അതിലത്തെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളും പെയിൻറ്റിങ്സും പ്രതിമകളും അതൊക്കെ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവുമോ, പൊട്ടിച്ചിട്ടുണ്ടാവുമോ, അതൊക്കെ ചണ്ടിയാക്കിയിട്ടുണ്ടാവുമോ? എല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ട സാധനങ്ങളായിരുന്നു. അത്ര കേമാണ്, സ്വർഗസമാനങ്ങളായിട്ടുള്ള പിന്നെ കൊട്ടാരങ്ങളാണ് എല്ലാം. പിന്നെ അവിടുത്തെ സ്ത്രീകൾ, അതായത് കുറേ തോഴിമാരെ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, രാജാവല്ലേ, അവരൊക്കെ നല്ല ഭംഗിയുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? ഇങ്ങനെ അവർ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുകൊണ്ട് പിന്നെ അവരാൽ വശീകരിക്കപ്പെടാം ഈ ആൾക്കാരൊക്കെ. അപ്പം എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയില്ലല്ലോ. വളരെ ഓരോ കാര്യത്തിനെ പറ്റിയും സുരഥൻ വിചാരിച്ച് ദുഃഖിക്കുകയാണ്. മമ ഭാര്യ വരാരോഹ പുത്രശ്ചാതീവ ശോഭന സദ്മാനി സ്വർഗസദൃശാന്യപ്സര പ്രതിമാ സ്ത്രീയ. ഇനി 15. അസമ്യഗ്വ്യയശീലൈസ്തൈഃ കുർവദ്ഭിः സതതം വ്യയം സഞ്ചിത സോതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി. ഇനിയിപ്പോൾ ഭണ്ഡാരത്തിൻ്റെ കാര്യമായി, അതായത് എന്താണ് കൊട്ടാരത്തിലത്തെ അല്ലെങ്കിൽ രാജ്യത്തിലത്തെ സ്വത്തിനെ പറ്റിയിട്ടായി ശുഷ്കാന്തി. എന്താണ് അസമ്യഗ്വ്യയശീലൈസ്തൈഃ, അതായത് ഈ തൈഹി കോശോ ക്ഷയം ഗമിഷ്യതി, എൻ്റെ ഭണ്ഡാരം തുറന്ന് അവരൊക്കെ മുടിക്കുമെന്നാണ് കാരണം. അതാണ് തൈഹി കോശോ ക്ഷയം ഗമിഷ്യതി, എൻ്റെ ഭണ്ഡാരം, കോശം വെച്ചാൽ ഭണ്ഡാരമാണ്, ക്ഷയം ഗമിഷ്യതി, എൻ്റെ ഭണ്ഡാരമൊക്കെ അപ്പോൾ കാലിയായിട്ടുണ്ടാവും. കാരണം സതതം വ്യയം കുറുവൻഭി, ഒരു കണക്കുമില്ലാതെ ചെലവിടുന്നതാണ് സതതം. എപ്പോഴും വ്യയം, ആവശ്യമില്ലാത്ത ചിലവാക്കിയാണ് വ്യയം എന്ന് പറയുക അല്ലേ, കുറുവൻഭി. അപ്പോൾ എന്താ കാരണം? എൻ്റെ ഭണ്ഡാരം മുഴുവൻ കാലിയായിട്ടുണ്ടാവും. എന്താ കാരണം? അവർ സതതം വ്യയം കുറുവൻഭി, എപ്പോഴും കണക്കില്ലാതെ ചിലവിടുന്നവരാണ് അവർ. എന്നാൽ നല്ല കാര്യങ്ങൾക്കാണോ ചിലവാക്കണ? അസമ്യക് വ്യയശീലൈഹി, ആവശ്യമില്ലാത്ത സമ്യക്കല്ലാത്ത കാര്യങ്ങൾക്ക്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് വ്യയം ചെയ്യണതേ. അപ്പോൾ
അതിദുഃഖേന സഞ്ചിത. ഞാൻ വിഷമിച്ച്, ഞാനും എൻ്റെ പൂർവികരും എത്ര വിഷമിച്ച് ഉണ്ടാക്കിയ സ്വത്താണ് അതൊക്കെ. അതൊക്കെ ഇപ്പം കാലിയാക്കിയിട്ടുണ്ടാവും. കാരണം അവർക്കൊന്നും ചിലവാക്കണതിനൊരു കണക്കില്ല. ഇനി നല്ല കാര്യങ്ങളൊക്കെ ചിലവാക്കണ വെച്ചാലും തിരക്കിട്ടുണ്ടായിരുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് അവർ ചിലവാക്കിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കാൻ കേട്ടോ ഇതൊക്കെ. അതായത് ഒരു വരവും ഇല്ലാണ്ട് ചിലവ് മാത്രമായാൽ എത്ര അധികം പൈസ ഉണ്ടെങ്കിലും കാലിയാവില്ല. കുറച്ച് കഴിഞ്ഞാൽ ഇടുക്ക് മാത്രമേ ഉള്ളൂ. അതിൽ ഇടുന്നില്ല വെച്ചാൽ ഏത് ഭണ്ഡാരവും കാലിയാവുമല്ലോ. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ആരെങ്കിലും സഹായിക്കാനോ, ആർക്കെങ്കിലും അസുഖം വന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും വീടില്ലാത്തവർക്ക് വീട് കെട്ടിക്കൊടുക്കാൻ, അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്കാണ് ചിലവാക്കണം വെച്ചാൽ സമാധാനമുണ്ട്. അതുമല്ല, അനാവശ്യ കാര്യങ്ങൾക്കാണ്. അതോ എങ്ങനെ എനിക്ക് വിഷമം തോന്നാതിരിക്കും? രാജാവ് വിചാരിക്കുകയാണ്. കാരണം ഞാനും എൻ്റെ പൂർവികന്മാരും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണത്. ഞങ്ങൾ എത്ര വിഷമിച്ചുണ്ടാക്കിയതാണ്. അത് മുഴുവൻ ഈ ദുർവൃത്തന്മാരെ പാഴ്ചെലവ് ചെയ്ത് കളയൂലോ ഈശ്വര. ഇങ്ങനെ ചിന്താമഗ്നെന്ന് പറഞ്ഞാൽ പോരാ. അതായത് നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ, ഇതിനു വേണ്ടി വായിക്കുമ്പോൾ തന്നെ ഞാൻ വായിച്ചു, വരവിൽ 1/4 ചിലവാക്കിയാൽ അവർ ദുർവ്യയശീലന്മാരാണത്രേ. ഇപ്പോൾ നമുക്ക് വരവ് 100 വെച്ചോളൂ, $25 ചിലവാക്കണേരെ ദുർവ്യയന്മാരാണ്. അപ്പോൾ നമ്മളൊക്കെ ദുർവ്യയന്മാരാണ് ആ കണക്കിൽ. അങ്ങനെ ഞാൻ വായിച്ചു. പണ്ടത്തെ പറയൽ അങ്ങനെയാണ്, വരവിൽ 1/4 ചിലവാക്കിയാൽ ദുർവ്യയന്മാരാണെന്ന്. അപ്പോൾ പാവം ഇങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റി ദുഃഖിതനായിട്ട് ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഒന്നുകൊണ്ടും സമാധാനിക്കാൻ സാധിക്കാതെ വല്ലാത്ത ദുഃഖത്തിലാണ്ടു. അതായത് ശരിക്കും പറയാച്ചാൽ നമുക്ക് ആലോചിച്ച് നോക്കി അങ്ങനെയാണ് ഭഗവാൻ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചശക്തിന്നോ, ഭഗവാന്റെ ശക്തിയാണല്ലോ യോഗമായാദേവി. അപ്പോൾ നമുക്ക് പ്രപഞ്ചശക്തി എന്ന് പറയാം. യോഗമായാദേവി, ഭഗവതിയോ ഒക്കെ എന്താ ചെയ്യുക? നമുക്ക് എന്താണ് ദുഃഖിതനാണ് ഞാൻ, എനിക്ക് വല്ലാത്ത ദുഃഖം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ എന്നാൽ ഈ സുമേധ മഹർഷിയോട് സുമേധ മഹർഷിയോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കട്ടെ എന്ന്, അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും പറയാച്ചാൽ അദ്ദേഹത്തിനെ രാജ്യത്തിന് നിഷ്കാസനം ചെയ്ത് രാജാവിൻ്റെ മനസ്സിനെ, അതായത് ശരിക്കും അപ്പോൾ ഒരു ദുഃഖമാണ് അനുഭവിക്കണമെന്ന് വെച്ചാലും ഭാവിയിൽ ഈ സുരഥനത് നന്മയാണ് ചെയ്യുക, ശ്രേയസ്കരമായിട്ടുള്ള ഭാവിയുണ്ട്. എന്താ കാരണം അറിയോ? പലപ്പോഴും നമുക്കൊരു പ്രതികൂല അനുഭവം വന്നാലേ നമ്മുടെ മനസ്സിന് ഈശ്വരനെ ആശ്രയിക്കാൻ പലർക്കും, ദുർലഭമല്ലാത്തവർക്കും, ഇപ്പോൾ അംബരീഷിനെ പോലുള്ള രാജാക്കന്മാർക്ക് രാജാവായിരിക്കുമ്പോഴും ഒക്കെ ഏത് സമയത്തും ഈശ്വര വിചാരമാണ്. അങ്ങനെയുള്ളവർ വളരെ ദുർലഭവും. എന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള അനുഭവം നമുക്ക് ഉണ്ടാവുമ്പോഴാണ് സാധാരണ എല്ലാവരും ഈശ്വരനെ ആശ്രയിക്കുക. അപ്പോൾ ഭഗവതി തന്നെ ഈ സുരഥന് ഇങ്ങനൊരു അനുഭവം കൊടുത്തതാണ്. അപ്പം ആ കാട്ടിൽ പോയി സുമേധസിനെ കണ്ട് ദേവിയുടെ കഥ കേട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ആക്ച്വലി ഇൻ ദ ലോങ് റൺ അദ്ദേഹത്തിന് നന്മയാണ് അല്ലേ, ഭാവിയിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രേയസ്കരാണ്. അപ്പത്തിരി ദുഃഖമൊക്കെ ഉണ്ടായിട്ടാലും അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ എപ്പോഴും പറയൂലോ, നമുക്ക് ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കും, പക്ഷെ പലപ്പോഴും അത് നന്മയ്ക്കായിരിക്കും. അപ്പം നമുക്കത് മനസ്സിലാവില്ലെങ്കിൽ പോലും അത് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള നന്മയ്ക്ക് പ്രപഞ്ചശക്തി ചെയ്യണതാണ് എന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും അതൊരുപാട്. അപ്പം ഈ സുരഥൻ്റെ കഥ നമുക്ക് ശരിക്കും അങ്ങനെയാണ് കേട്ടോ. കാരണം സുരഥന് ശരിക്കും ഭാവിയിലേക്ക് ആത്യന്തികമായിട്ടുള്ള നന്മയ്ക്കാണ് ഭഗവതി ഇപ്പോൾ ഇങ്ങനൊരു ദുഃഖം വരുത്തി സുമേധസിൻ്റെ അടുത്തേക്ക് അയച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ വരുന്നതിനെയൊക്കെ ഈശ്വരാനുഗ്രഹമായിട്ട് കാണണം എന്നൊക്കെ പറയണതിൻ്റെ അർത്ഥം അതാണല്ലോ. അപ്പോൾ 15 വായിക്കാം. അസമ്യക് വ്യയശീലൈസ്തൈ കുർവദ്ഭി സതതം വ്യയം സഞ്ചിതസോതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യസി. 16 കൂടി വായിച്ച് നിർത്താം. 16 ഇനി വേറൊരാളെ കാണുന്നതാണ്, അതും കൂടി വായിച്ച് നിർത്താം. ഏതച്ചാന്യച്ച സതതം ചിന്തയാന സപാർത്ഥിവ തത്ര വിപ്രാശ്രമാഭ്യാസേ വൈശ്യമേകം ദദർശസ. അപ്പം എന്താ അറിയോ, ഏതച്ച അന്യച്ച സതതം ചിന്തയാന, ഇങ്ങനെ പലതും
സദാ ചിന്താവിഷ്ടനായിട്ട് പലതും ചിന്തിച്ചു കൊണ്ടിരിക്കണ ആ രാജാവ് തത്ര വിപ്രാശ്രമാഭ്യാസേ, ആ ആശ്രമത്തിൻ്റെ സമീപത്തിൽ സഹ പാർത്ഥിവ, ആ രാജാവ് ഏകം വൈശ്യം ദദർശ, ഒരു വൈശ്യനെ കണ്ടുമുട്ടി. ഒരു വൈശ്യൻ അവിടെ ആ ആശ്രമത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നടക്കുകയാണ്, എന്തൊക്കെയോ ആലോചിച്ചിട്ടേ ആ സമയത്ത് ഒരാളെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞ് നമുക്കിന്ന് നിർത്താം. അതാണ് ഇനി നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സമാധി എന്ന പറഞ്ഞൊരു വൈശ്യനെ കണ്ടുമുട്ടുകയാണ്. ആര്? സുരഥൻ എന്ന രാജാവ്. ദുഃഖിതനായിട്ട്, നിരാശയും ദുഃഖവും എല്ലാം വളരെ ഇങ്ങനെ ദുഃഖനിമഗ്നനായിട്ടും ചിന്താമഗ്നനായിട്ടുള്ള രാജാവ് ഒരു വൈശ്യനെ ആ ആശ്രമത്തിൻ്റെ സമീപത്തിൽ കണ്ടുമുട്ടി. അപ്പോൾ ഒന്ന് ചിന്തയ്ക്കൊരു വിരാമം ആവുമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പം 16 ഒന്നും കൂടി വായിച്ച് നിർത്താം ഇന്ന്. ഏതച്ചന്യച്ച സതതം ചിന്തയാന സപാർത്ഥിവ തത്ര വിപ്രാശ്രമാഭ്യാസേ വൈശ്യമേകം ദദർശസ. ഒരു വൈശ്യൻ എന്ന് പറഞ്ഞാൽ കച്ചവട വ്യാപാരി ആയിട്ടുള്ള ഒരാളെ കണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.